നവാസ്കാക്ക് ഫസ്റ്റ് സബ്ജക്ട് കേട്ടപ്പോ എന്താണ് ഫീൽ ചെയ്തത്? ധൈര്യത്തോടെ മുന്നേറാൻ തന്നെയാണോ തീരുമാനിച്ചത്? കാരണം നവാസ്കോ കൊല്ലാറിങ്ങിയതാണ്. എന്താണ് ആദ്യം ഫീൽ ചെയ്തത്? ഇല്ല, ഫസ്റ്റ് നമ്മള് എപ്പോഴും ചിന്തിക്കുന്നു പറഞ്ഞാൽ, ഞാൻ കുറെ വർഷങ്ങളായിട്ട് കൂടുതലും ഓൾമോസ്റ്റ് ചെയ്തിരിക്കുന്നത് തമാശ കഥാപാത്രങ്ങളാണ്. ഇതിനകത്ത് ഷൗക്കത്ത് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഗൾഫിൽ നിന്ന് വരുന്നു, വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിലെത്തുന്നു. അയാളുടെ കുടുംബത്തിലെ ദാരിദ്ര്യം, പ്രശ്നങ്ങളൊക്കെ, ഒരുപാട് പ്രശ്നങ്ങളെ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഷൗക്കത്ത് എന്ന് പറയുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് പെർഫോം ചെയ്യാൻ കുറേ ഏരിയകൾ ഇതിനകത്തുണ്ട്. ഈ ഇഴ എന്നുള്ള സിനിമയിൽ വന്നിരിക്കുന്ന ഒരു ഓൾമോസ്റ്റ് സീക്വൻസ് ഒക്കെ ആ കഥാപാത്രത്തിനെ ഫോക്കസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഇതൊക്കെ ഒരു ഇപ്പം ഈ നമ്മൾ ഈ ചർച്ച ചെയ്ത വിഷയമൊക്കെ അതിൻ്റെ ഒരു പോർഷൻ മാത്രമാണ്. പക്ഷെ അതല്ലാത്ത കുറേ പ്രശ്നങ്ങൾ അയാൾ തരണം ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കുറേ മാനസിക ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. അതിൽ സ്വാഭാവികമായിട്ട് വന്നു പോകുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ എല്ലാ സാധാരണ കുടുംബങ്ങളിലും പല ചിന്താഗതിക്കാരുണ്ട്. ഒരു വീടിനകത്ത് തന്നെ 5 പേരാണെങ്കിൽ 5 ചിന്തയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അത് രാഷ്ട്രീയമാകാം, മതമാകാം, ഏത് തരത്തിലെടുത്താലും എല്ലാവർക്കും അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഓരോ ആളുകൾക്കും ഓരോ വ്യക്തിത്വമാണ്. അതിൻ്റെ ആ രീതിയിൽ അവർ പ്രകടിപ്പിക്കുന്നു, സംസാരിക്കുന്നു, പ്രവർത്തിക്കുന്നു ഒക്കെ പല കാഴ്ചപ്പാടിലായിരിക്കാം. അത്ര തന്നെ ഇതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഒന്നിനും ഒരു കൺക്ലൂഷൻ ഇതാണ് ശരി, ഇത് മാത്രമാണ് യാഥാർത്ഥ്യം, അങ്ങനെ ഒരു ഫോക്കസ് ഈ സിനിമയിൽ പറഞ്ഞിട്ടേ ഇല്ല. ഓരോ വ്യക്തികളുടെയും കാഴ്ചപ്പാടിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് ഒരു വിഷയമല്ല, ഒരു കുടുംബത്തിനകത്തുള്ള ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് ഇഴ. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ സിനിമ കാണണം. അതായത് തിയേറ്ററിൽ വന്ന് കണ്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ സേഫ് ആവും. അദ്ദേഹം ഇതുപോലെ നല്ല പടം വേറെ ചെയ്യും. ഇല്ലെങ്കിൽ ഇതോടുകൂടി ഞങ്ങൾ ചീത്ത പറഞ്ഞ അദ്ദേഹം ചിലപ്പോൾ പോകും. ചീത്ത പറയില്ല, കാരണം നല്ല സിനിമ ചെയ്യാൻ വന്ന ആളാണ്. പക്ഷെ ഇനി അടുത്തൊരു പടം ചെയ്യണമെങ്കിൽ കാശ് വേണ്ടേ എന്ന് ചോദിക്കും. അപ്പോൾ ഒരു വലിയ ബഡ്ജറ്റ് അല്ലെങ്കിൽ പോലും അദ്ദേഹം ഇതിനു വേണ്ടി ഇറക്കിയിട്ടുള്ള ആ ഒരു തുക ഒരു ലാഭമില്ലാതെ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ സംതൃപ്തരാണ്. അതിൻ്റെ കൂടെ നന്മയുള്ള ഒരു ചിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞെന്നുള്ള സന്തോഷമാണ്. ഈ സിനിമയിൽ പറയുന്ന ചില സീൻസ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഓൺ കമ്മ്യൂണിറ്റി തന്നെ പരിഹരിക്കുക എന്നൊരു സാധനമുണ്ട്. പുറത്തേക്ക് പ്രശ്നങ്ങൾ ഡോക്ടറിനൊന്നും കാണിക്കാതെ ഓൺ കമ്മ്യൂണിറ്റി തന്നെ വീട്ടിൽ നിന്ന് നടക്കുന്നത് വീട്ടിൽ തന്നെ തീരണം, അല്ലെങ്കിൽ പുറത്ത് ആളെ അറിയിക്കരുത് എന്നൊരു സാധനമുണ്ട്. ശരിക്കും ഈ കമ്മ്യൂണിറ്റിയിൽ പല കാര്യം, ഇപ്പോൾ നമ്മുടെ സൊസൈറ്റി തന്നെ കഴിഞ്ഞിടെ തന്നെ ഒരുപാട് ഡൗറി ഇഷ്യൂസ് ഉണ്ട്. അതിൻ്റെ പേരിൽ ആത്മഹത്യകൾ നടക്കുന്നു, കൊലപാതകങ്ങൾ നടക്കുന്നു. ഇപ്പോഴും ഈ കാസ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ സാധനം അതൊരു ബാധ്യതയായിട്ട് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും നമ്മുടെ സൊസൈറ്റിയിൽ മറ്റുള്ളവർക്ക്? അതില്ലാത്ത സ്ഥലങ്ങളിലും ഉണ്ടല്ലോ. അതിപ്പോ ഇതൊന്നും ഈ ഒരു ചിന്താഗതി ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. മനുഷ്യന്റെ മാനസിക നില എങ്ങനെയാണെന്ന് നമുക്ക് അളക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മളിതൊക്കെ വാർത്തയാകുമ്പോഴാണല്ലോ അറിയുന്നത്. ഇന്നൊരു വാർത്ത വരുമ്പോഴാണ് അവിടെ അങ്ങനെ സംഭവിച്ചോ എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതും അറിയുന്നതും. അതിന് ഒരു സെക്കൻഡ് മുൻപ് വരെ നമ്മളൊന്നും അറിയുന്നില്ല. ഇത് ഇപ്പൊ ഈ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പല വിഷയങ്ങളും ഇപ്പോൾ ഇവിടെ നടന്നിട്ടുണ്ടാവും. നാളെ അത് വരണം, അപ്പോഴേ നമ്മൾ അറിയുന്നുള്ളൂ. അതിന് ഒന്നുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം അതിന് മതവും രാഷ്ട്രീയവും ഒന്നുമില്ല. മനുഷ്യന്റെ ചിന്താഗതികൾ, അത് കാലഘട്ടത്തിനനുസൃതമായിട്ട് അവർ ജീവിത ശൈലി വെച്ചുകൊണ്ട് നമുക്കുണ്ടാവുന്ന മാറ്റങ്ങൾ, പ്രാരാബ്ദങ്ങളൊക്കെ ഇതിനൊരു കാരണമായിട്ട് വന്നേക്കാം. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുള്ളൂ. അല്ലെ, നമ്മുടെ ഈ വളർച്ചയിൽ എപ്പോഴും തടസ്സം നിൽക്കുന്ന ഒരു കല്യാണം വന്നാൽ പോലും ആദ്യമേ എല്ലാവരും അത് ഏത് ജാതിയാ, നമ്മുടെ ആൾക്കാരാണോ എന്നൊരു ചർച്ച എപ്പോഴും നമ്മൾ എത്രത്തോളം നമ്മൾ ഉന്നതിയിൽ വളർന്നെന്ന് പറയാൻ പോലും ഒരു പിന്നോക്കം ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. ഈ മതത്തിന്റെ ഞങ്ങളെ അതൊന്നും നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ പറയാൻ യോഗ്യനല്ല. എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികൾ എടുക്കുന്ന തീരുമാനങ്ങളും അവർ വന്ന ഒരു ജീവിത രീതികളും അവരൊരു പാരമ്പര്യമൊക്കെ അതിന് കാരണമാകാം. അത് ഒരാൾക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഉണ്ടായിരിക്കണമല്ല. അത് അങ്ങനെ പിൻപറ്റി പോകുന്നവരുണ്ടാവാം. ഇതൊന്നുമല്ലാതെ സ്വതന്ത്രമായി ചിന്തിച്ച് യുക്തിക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന യുവതലമുറയുണ്ട്. അതൊന്നും നമ്മൾ ഒരു വ്യക്തിയിലൂടെ അത് പറഞ്ഞ് ക്ലിയർ ചെയ്യാൻ പറ്റിയ കാര്യമല്ല.